നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ദൈവമേ, ഈ സന്ദർഭത്തിൽ ഈ ആരാധനാ സമൂഹത്തോടുകൂടി ആയിരിക്കുന്നതിനും അങ്ങയെ മഹത്വപ്പെടുത്തുന്നതിനും അങ്ങ് അവസരം നൽകിയല്ലോ. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അങ്ങയുടെ വലിയ വൈഭവത്തിന് ഞാൻ ഇവരോടൊപ്പം നന്ദി പറയുന്നു. കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങളെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച് അങ്ങയുടെ മക്കളായി അങ്ങയോട് ചേർത്ത് നിർത്തുന്നതിനെ ഓർത്ത് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവായ യേശുവേ, അവിടുത്തെ ആത്മാവിൽ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ പ്രചോദനങ്ങൾക്കും ഈ തിരുവചന പ്രഘോഷണ വേദിയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സദ്വിചാര വികാരങ്ങൾക്കും അങ്ങയോട് നന്ദി പറയുന്നു. ഈ സഭാസമൂഹത്തിലൂടെയും ഇതര സഭകളിലൂടെയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹത്തെ ഈ ലോകത്തിൽ മനുഷ്യവംശത്തിൻ്റെ മധ്യത്തിൽ കാത്തു സൂക്ഷിക്കുന്ന അങ്ങയുടെ കൃപയ്ക്ക് സ്തോത്രം. ദൈവമേ സ്തുതി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ സ്തുതി. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഭുവനപ്രസിദ്ധമായ ഈ മാരാമൺ കൺവെൻഷനിൽ ദൈവവചന തരംഗങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ദൈവസ്തുതികളാലും പ്രാർത്ഥനകളാലും ഭൂമി സ്വർഗത്തോടടുക്കുന്ന ഈ നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും വിശ്വാസ കൂട്ടായ്മ നിങ്ങളോടൊപ്പം അനുഭവിക്കുന്നതിനും അവസരം നൽകിയ ദൈവത്തിന് ഞാൻ ആദ്യമേ നന്ദി പറയുകയാണ്. പ്രിയമുള്ളവരെ, മാർത്തോമാ സഭ ലോകത്തിന് സംഭാവന ചെയ്ത വലിയൊരു ദൈവവചന അനുഭവമാണ് ഈ ഭുവനപ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ. ഇത് സാർവത്രിക സഭയുടെ കൂട്ടായ്മയുടെ അനുഭവം നൽകുന്ന ഒരു വേദിയായി വളർന്നതിൽ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഇവിടെ ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്നു, വ്യാഖ്യാനിക്കപ്പെടുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള സ്തുതിഗീതങ്ങളും പ്രാർത്ഥനകളും ഉയരുന്നു. ദൈവജനം ആത്മാവെ ആത്മാവിൽ കണ്ടുകൊണ്ട് ഐക്യപ്പെടുന്നു. സഭകളുടെ മതിലുകൾക്കതീതമായി ദൈവവചനത്തിൻ്റെ സ്വാധീനം ജനഹൃദയങ്ങളെ ഐക്യത്തിലേക്കും കൂട്ടായ്മയിലേക്കും കൊണ്ടുവരുന്ന ഒരനുഭവമാണ് മാരാമൺ കൺവെൻഷനിൽ സംഭവിക്കുന്നത്. ഈ എക്യുമെനിക്കൽ കൺവെൻഷൻ സമ്മേളനത്തിലൂടെ മാരാമൺ കൺവെൻഷൻ്റെ സംവിധായകർ അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനി മുന്നോട്ട് വച്ചിരിക്കുന്ന വലിയ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് ഞാൻ വാസ്തവത്തിൽ എല്ലാവരെയും അഭിനന്ദിക്കുകയും ദൈവത്തിൻ്റെ കൃപയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്ന പിതാക്കന്മാരോട് മാത്രമല്ല, നമ്മുടെ സഭകളിലെ എല്ലാ പിതാക്കന്മാരുടെയും കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഞാൻ ഈ തിരുവചന വ്യാഖ്യാനം നടത്താമെന്ന് കരുതുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്നോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഞാനും നിങ്ങൾക്ക് വേണ്ടി ഈ നിമിഷത്തിൽ പ്രാർത്ഥിക്കുന്നു. തിരുവചനം കേൾക്കുന്നവരും തിരുവചനം പ്രഘോഷിക്കുന്നവരും ദൈവാത്മാവിൽ വ്യാപരിക്കുന്നവരാണെന്ന് ഞാൻ പറയാതെ തന്നെ ദൈവമക്കളായി നിങ്ങൾക്കറിയാം. ഇപ്പോൾ നമ്മിൽ ആയിരിക്കുന്ന ദൈവാത്മാവിൻ്റെ പ്രവർത്തനം സജീവമാകുന്നതിനും നമുക്ക് വചനത്തിൻ്റെ വശങ്ങൾ വിശദമാകുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എസ്രാ നെഹേമിയ ഗ്രന്ഥങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ സവിശേഷ പ്രാധാന്യമുള്ളവയാണെന്ന് നിങ്ങൾക്കറിയാം. ഈ ഗ്രന്ഥങ്ങളിലൂടെയാണ് ഇസ്രായേലിൻ്റെ പുനരുദ്ധാരണം രണ്ടാമത് സംഭവിക്കുന്നത്. എസ്രായും നെഹമിയായുമാണ് നേതൃത്വം കൊടുത്ത് ഇസ്രായേൽ ജനത്തെ ബാബിലോണിലെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. കാരണക്കാരനായി നിന്നതോ പേർഷ്യ രാജാവായ സൈറസ്. BC 538 ബാബിലോണിലെ അടിമത്തം അവസാനിക്കുന്നു. സൈറസ് ഇസ്രായേൽ ജനത്തിന് സ്വന്തം നാട്ടിൽ തിരിച്ചു പോകുന്നതിനും ജെറൂസലം ദേവാലയം നിർമ്മിക്കുന്നതിനും ദൈവത്തെ അവരുടെ പാരമ്പര്യമനുസരിച്ച് ആരാധിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം നൽകുകയാണ്. BC 515 ജെറൂസലം ദേവാലയം പുനരുദ്ധരിക്കപ്പെട്ടു.
പുനർനിർമ്മാണം ചെയ്യപ്പെട്ടു. അത് എസ്രായുടെ നേതൃത്വത്തിലുള്ള അധ്വാനമായിരുന്നു. ഇസ്രായേൽ ജനതയുടെ നവീകരണം സാധിച്ചത് പ്രധാനമായും നെഹേമിയായാണ്. നെഹേമിയ മോശയുടെ പാരമ്പര്യത്തിലേക്ക് ഇസ്രായേലിനെ തിരിച്ചു കൊണ്ടുവരികയാണ്. നിയമഗ്രന്ഥം കണ്ടെത്തുകയാണ്. നിയമഗ്രന്ഥത്തിലെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ഉറച്ച് ഉദ്ഘോഷിക്കുകയാണ്. ആ നിയമമനുസരിച്ച് ജീവിക്കുവാൻ ഇസ്രായേലിൻ്റെ അവശിഷ്ട ഭാഗത്തെ ആഹ്വാനം ചെയ്യുകയാണ്. ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണം, നിയമഗ്രന്ഥത്തിൻ്റെ പുനഃപ്രതിഷ്ഠ, അതുപോലെ തന്നെ സാബത്തിൻ്റെ ആചരണം, ഈ 3 നാഴികക്കല്ലുകളിൽ രൂപപ്പെട്ടത് യഹൂദ മതമാണ്. ഇസ്രായേലിൻ്റെ അവശിഷ്ടമായി വന്ന യഹൂദർ ഒരു മതമായി സംഘടിക്കുന്നത് ഈ എസ്ര നെഹെമിയായുടെ ഭരണകാലത്താണ്. നമ്മുടെ കർത്താവിൻ്റെ ജനനത്തിന് 4-5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇപ്രകാരം രൂപപ്പെട്ട ഈ യഹൂദ ജനതയുടെ മധ്യത്തിലാണ് രക്ഷകനായ യേശു ക്രിസ്തു പിറക്കുന്നത്. യഹൂദ മതത്തെയാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മതമായി സ്വീകരിക്കുന്നത്. ആ മതത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് പുതിയൊരു നവീകരണത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാഹളം മുഴക്കുന്നത്. പഴയ നിയമത്തെ മാറ്റുവാനല്ല, അതിനെ പൂർത്തീകരിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് അനിഷേധ്യമായ ഭാഷയിൽ യേശു പറയുന്നത് നിയമത്തിന് യഹൂദർക്കുണ്ടായിരുന്ന പ്രാധാന്യം അവരുടെ ഹൃദയത്തിൽ രൂഢമൂലമായിരുന്നതുകൊണ്ടാണ്. നിയമം വഴിയല്ല രക്ഷ എന്ന് വരികിലും പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ കൃപയാലാണ് രക്ഷ എന്ന് വരികിലും നിയമത്തിന് കൃപയോട് ചേർന്നുള്ള പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ടാണ് കർത്താവായ യേശു പ്രസംഗിച്ചതെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ആ പ്രസംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ആ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആദ്യം കർത്താവായ യേശുവും യഹൂദ മതത്തിൻ്റെ ആ ക്രോഡീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവിടുന്ന് ആദ്യം ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ വിജാതിരുടെ ഇടയിലേക്ക് പോകരുത്, നിങ്ങൾ സമറിയാക്കാരുടെ മധ്യത്തിലേക്കും പോകരുത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രഘോഷിക്കുവിൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുവിൻ, രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകരായിട്ട് പോകുന്നവർ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ അവശിഷ്ട ഭാഗത്തിൻ്റെ മധ്യത്തിൽ തന്നെ പ്രവർത്തിക്കണമെന്നാണ് യേശു പറയുന്നത്. അവിടുന്ന് തന്നെ പറഞ്ഞു, ഇസ്രായേലിൽ നഷ്ടപ്പെട്ടു പോയ ആടുകളെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്രകാരം ആദ്യം ഇസ്രായേൽക്കാരുടെ ആ അവശിഷ്ട ഭാഗത്തെ ദൈവത്തിൻ്റെ ജനമാക്കി നവീകരിക്കുവാനുള്ള ഒരു പരിശ്രമം യേശു നടത്തുകയാണ്. പിന്നീടാണ് അവിടുന്ന് പറയുന്നത്, ഈ തൊഴുത്തിൽപ്പെടാത്ത ആടുകളും എനിക്കുണ്ട്, അവയും എൻ്റെ സ്വരം കേൾക്കും, അങ്ങനെ ഒരു തൊഴുത്തും ഒരു ഇടയനുമാകും. ഇപ്രകാരമുള്ള കർത്താവിൻ്റെ വചനങ്ങളാണ് എക്യുമെനിസത്തിൻ്റെ ആപ്തവാക്യമായി നമ്മുടെ മനസ്സുകളിൽ മുഴങ്ങുന്നത്. കർത്താവായ യേശുവിൻ്റെ അന്നത്തെ തൊഴുത്തിന് പുറത്തുള്ള ആടുകളാണ് ഇവിടെ ഇരിക്കുന്ന നമ്മളും. അങ്ങനെ ആടുകളുടെ കൂട്ടത്തെ കണ്ടുകൊണ്ട് കർത്താവായ യേശു ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആത്മാവ് ഇന്നും ജനഹൃദയങ്ങളെ സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സുവിശേഷ പ്രഘോഷണ പ്രവർത്തനങ്ങളുടെ മധ്യത്തിൽ കേട്ടു നമ്മൾ ആദിവാസി സമൂഹത്തിനിടയിൽ നമ്മുടെ സുവിശേഷകർ നടത്തിയ പ്രവർത്തനത്തെക്കുറിച്ച്. അതെ, അവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളാകുവാനുള്ള വിളി ലഭിച്ചിരിക്കുന്നവരാണ്. അവരെയൊക്കെ കണ്ടെത്തുന്ന ഒരു വേദിയാണ് ഈ മാരാമൺ കൺവെൻഷൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എക്യുമെനിസം എന്ന് പറയുമ്പോൾ പ്രധാനമായും സഭകളുടെ ഐക്യമാണ്, അതിലുപരി മതങ്ങളുടെ ഐക്യമാണ്, അതിലും കവിഞ്ഞ് മനുഷ്യ സമൂഹത്തിൻ്റെ ഐക്യമാണ്, അതിലും കവിഞ്ഞ് പ്രപഞ്ചത്തിൽ സർവചരാചരങ്ങളോടും കൂടിയുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിത ശൈലിയാണ്. നാം ദൈവത്തിൽ നിന്ന് വന്നവരാണ്, ദൈവത്തിലായിരിക്കുന്നു, അവിടുന്ന് ചരിക്കുന്നുവെന്ന്
അരയോപ്പാഗസിൽ വെച്ച് വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ പ്രവർത്തനത്തിൽ നാം കേൾക്കുന്നുണ്ട്. ഈ ലോകത്തുള്ള സകല മനുഷ്യരും ദൈവത്തിലായിരിക്കുന്നവരാണ്, ദൈവത്തിൽ ചരിക്കുന്നവരാണ്, ദൈവത്തിൻ്റേതായ ആ ജീവനിൽ ജീവിക്കുന്നവരാണ്. ഈ ജീവനാണ് നമ്മിൽ ഉണർത്തപ്പെടുന്നത്. നമ്മിലുള്ള ശാരീരികവും മാനസികവും ആത്മീകവുമായിട്ടുള്ള ജീവൻ തട്ടി ഉണർത്തപ്പെടുന്ന വേദിയാണ് കൺവെൻഷനുകൾ, ആരാധനാ സന്ദർഭങ്ങൾ, സ്നേഹപ്രവർത്തനങ്ങളുടെ സന്ദർഭങ്ങൾ. അങ്ങനെയുള്ള ആ ആധ്യാത്മിക ചൈതന്യം നമ്മളിൽ പൊട്ടിവിളരും. ഈ മാരാമൺ കൺവെൻഷനിൽ ദൈവവചന പ്രഘോഷണമാണ് കൂടുതൽ നടക്കുന്നതെന്ന് വരികിലും, സഭയുടെ പുനഃസൃഷ്ടിയാണ് ഇവിടെ നടക്കുന്നതെന്ന് വരികിലും, ഇവിടെ ദൈവാരാധനകളുടെയും കീർത്തനങ്ങളുടെയും ആലാപനങ്ങളാണ് നടക്കുന്നതെന്ന് വരികിലും, ഇതോടുകൂടി സ്നേഹത്തിൻ്റേതായ ഒരു വലിയ പ്രവർത്തന ശൈലി മാരാമൺ കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. സഭയുടെ സ്നേഹത്തിൻ്റെ മുഖവും നാം ഇവിടെ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു വസ്തുതയാണ്. മനുഷ്യരായ നമ്മൾ നമ്മുടെ ബലഹീനതകളാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഇത് ദൈവം അറിയാത്ത ഒരു സംഭവമല്ല. വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിരുന്ന കാലത്ത് യുവ സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു, ദൈവത്തിന് അറിയാമായിരുന്നില്ലേ മനുഷ്യരെ പാപം ചെയ്ത് അവിടെ നിന്ന് അകന്നു പോകും, എങ്കിൽ പിന്നെ അവനെ സൃഷ്ടിച്ചപ്പോൾ പാപം ചെയ്യാതിരിക്കുന്ന സ്ഥിതിയിൽ സൃഷ്ടിക്കാമായിരുന്നില്ലേ എന്ന്. ഞാനപ്പോൾ അവരോട് പറഞ്ഞിട്ടുള്ള ഒരു മറുപടി പറയുകയാണ്, പ്രിയമുള്ള കുഞ്ഞു സഹോദരന്മാരെ, ദൈവം പാപം പോലും ചെയ്യാത്ത ഒരുവനെ സൃഷ്ടിക്കുകയാണെങ്കിൽ അത് ദൈവം തന്നെയായിരിക്കും. അപ്പോൾ ദൈവത്തിന് ദൈവത്തെ തന്നെ സൃഷ്ടിക്കാൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അവിടുത്തെ ശക്തിയിൽ കുറഞ്ഞ മാനുഷികമായ ശക്തിയോടുകൂടി നമ്മെ സൃഷ്ടിച്ചത് നമ്മുടെ മാനുഷികതയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കഴിവ് നമുക്ക് നൽകിക്കൊണ്ടാണ്. പഴയ നിയമത്തിൽ നിയമങ്ങൾ കൊടുത്തു, ദൈവത്തിൻ്റെ ആത്മാവ് അവരെ പ്രചോദിപ്പിച്ചു എന്ന് വരികിലും അവർ വഴിതെറ്റിപ്പോയി. പുതിയ നിയമത്തിൽ രക്ഷകനായ യേശുക്രിസ്തു തന്നെ വന്ന് വചനത്താലും കൃപയാലും നമ്മളെ രക്ഷിച്ചിരിക്കുന്നു. ആ വചനത്താലും കൃപയാലും നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൽ രക്ഷിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ സാധിക്കും. ഇതാണ് നമ്മുടെ വിളി, ഇതാണ് ക്രൈസ്തവമായ വിളി. അപ്പോൾ ഈ വിളിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവത്തെ സ്വീകരിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നാമും നമ്മുടെ സമൂഹവും അനുഗ്രഹീതമായി തീരും പ്രിയമുള്ളവരെ എന്ന് ഞാൻ യുവജ സുഹൃത്തുക്കളോട് പറയാറുണ്ട്. അപ്പോഴങ്ങനെയുള്ള നമ്മുടെ മനുഷ്യപ്രകൃതി ഈ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലും യഹൂദ മതത്തിൻ്റെ ചരിത്രത്തിലും ക്രൈസ്തവരായ നമ്മുടെ സഭകളുടെ ചരിത്രത്തിലും നമുക്ക് കാണാം. നാം ബലഹീനരായ മനുഷ്യരായതുകൊണ്ട് അവിടുന്ന് നിന്ന് അകന്നു പോകുന്നു. നെഹെമ്യായുടെ ഗ്രന്ഥത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അവിടുന്ന് എപ്രകാരം വഴിതെറ്റിപ്പോയ ജനത്തെ രക്ഷിക്കുന്നുവെന്ന്. വഴിതെറ്റിയ കഥകളെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, എന്നിട്ടും കാരുണ്യവാനായ അവിടുന്ന് അവരെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചില്ല. ആദ്യത്തെ വീഴ്ചകളെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യം ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടതിന് ശേഷം മരുഭൂമിയിലൂടെ പോയപ്പോഴും പിന്നീട് കാനാൻ നാട്ടിൽ താമസിച്ച കാലത്തും രാജാക്കന്മാരുടെ കീഴിലുമെല്ലാം വന്ന തിന്മകളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, എന്നിട്ടും കാരുണ്യവാനായ അവിടുന്ന് അവരെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചില്ല. പകലവരെ നയിച്ച മേഘസ്തംഭവും രാത്രി അവർക്ക് വഴികാട്ടിയ അഗ്നിസ്തംഭവും അവരെ വിട്ടുപോയില്ല. അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകമുദിപ്പിച്ചു. മന്നായും ദാഹജലവും തുടർന്ന് നൽകി. 40 സംവത്സരം അവരെ അവിടുന്ന് മരുഭൂമിയിൽ സംരക്ഷിച്ചു. ഇതേ വചനം ആവർത്തിക്കുന്നുണ്ട്. പിന്നീടും തെറ്റുകളെക്കുറിച്ച് പറയുകയാണ്. 2-ാമത്തെ അടിമത്തത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നെഹെമ്യാ പറയുകയാണ്, എന്നാൽ കാരുണ്യാതിരേകം നിമിത്തം അവിടുന്ന് അവരെ നിർമൂലമാക്കുകയോ പരിത്യജിക്കുകയോ ചെയ്യുന്നില്ല. അവിടുന്ന് ദയാലുവും കൃപാനിധിയുമായ ദൈവമാകുന്നു. അവിടുന്ന് ദയാലുവും കൃപാനിധിയുമായ ദൈവമാകുന്നു. ഇതിൽ പരം ഒരു ദൈവമില്ല എന്നുള്ള ആ നെഹെമ്യായുടെ പ്രബോധനം നിയമഗ്രന്ഥം വാദിച്ചുകൊണ്ട് നെഹെമ്യാ നടത്തുന്ന പ്രഭാഷണമാണ്. ഒരു മാരാമൺ കൺവെൻഷനാണ്. അന്നത്തെ കൺവെൻഷൻ 2-ാമത്തെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ജവ്യജനത്തോട് ഇനി നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന മാരാമൺ കൺവെൻഷനാണ് ഇത്. അതുപോലെ തന്നെ ഇന്നും ദൈവം നമ്മോട് പറയുകയാണ്. എത്രയോ നമ്മുടെ ഇടയിലുള്ള അസ്വസ്ഥതകളെക്കുറിച്ച്, രോഗങ്ങളെക്കുറിച്ച്, വേദനകളെക്കുറിച്ച്, സഹനങ്ങളെക്കുറിച്ച്,
ആഗ്രഹങ്ങളെക്കുറിച്ച്, ജീവിതത്തിലെ അഭിലാഷങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ നിയോഗങ്ങൾ വെച്ചു. ആ നിയോഗങ്ങളെല്ലാം പ്രിയമുള്ളവരെ എൻ്റെ തിരുവചന പ്രഘോഷണ വേളയിൽ ഞാൻ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഇതിനെല്ലാം പരിഹാരമുണ്ട്, ഇതിനെല്ലാമുണ്ട്. അവിടുത്തെ കാരുണ്യം നമ്മളെ സംരക്ഷിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ കാരുണ്യത്തിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. സഭകൾ വിനയാന്വിതരായി, സഭാമക്കൾ വിനയാന്വിതരായി ദൈവത്തിൻ്റെ ദാസന്മാരുമായിട്ട് പ്രവർത്തിക്കേണ്ട കാലമാണ്. ഞാനിന്ന് വന്ന് വലിയ മെത്രാപ്പൊലീത്തായുടെ മുറിയിലിരുന്ന സന്ദർഭത്തിൽ ഒരു യുവാവായ വിശ്വാസി വന്ന് എന്നോട് പറഞ്ഞു, പിതാവേ ഞാൻ ഇന്ന പേരാണ്. എന്നിട്ട് അദ്ദേഹം പറയാം, ഞാനൊരു സുവിശേഷ ശുശ്രൂഷകനാണ്. എത്രയോ നല്ലൊരു ഇൻട്രഡക്ഷൻ. ഞാനൊരു സുവിശേഷ ശുശ്രൂഷകനാണ്. സുവിശേഷത്തിന് വേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നവനാണ്. ദൈവരാജ്യത്തിന് വേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നവനാണ്. 12 പേരോടായാലും 70 പേരോടായാലും കർത്താവ് പറഞ്ഞത് അത് തന്നെയാണ്. ഇന്ന് ലോകത്തോട് മുഴുവൻ നമ്മളത് പറയുവാൻ കടപ്പെട്ടിരിക്കുകയാണ്. തൻ്റെ പരസ്യ ജീവിതകാലത്ത് ആദ്യ വർഷങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് 12 പേരോടും 70 പേരോടും നിങ്ങൾ തൽക്കാലം യൂദയായാലും തൊട്ടടുത്ത പ്രദേശങ്ങളിലും പോയി സുവിശേഷം പ്രസംഗിക്കുമെന്ന് പറഞ്ഞ് അയക്കുകയും നിങ്ങൾക്ക് ദാനമായി കിട്ടി ദാനമായി കൊടുക്കുമെന്ന് പറഞ്ഞതുപോലെയും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹങ്ങളിൽ, നമ്മുടെ സഭകളിൽ നാം ദൈവവചനം കൊടുക്കണം, ദൈവത്തിൻ്റെ കൃപ വിളമ്പണം, ദൈവത്തിൻ്റെ സ്നേഹം പകരണം. അങ്ങനെ കൂട്ടായ്മകൾ സൃഷ്ടിക്കണം. എന്തിന്? നമ്മുടെ കൂട്ടായ്മകളുടെ ശക്തി ഇതര സഭകളുടെ കൂട്ടായ്മകളോട് ചേർന്ന് ഈ ലോകത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയായി പുനരവതരിക്കണം. കർത്താവിൻ്റെ വചനം നമ്മുടെ വാക്കുകളിലൂടെ മറ്റവർക്ക് അനുഭവിക്കുവാൻ കഴിയണം. കർത്താവിൻ്റെ സ്നേഹം നമ്മളോടുകൂടി ഉണ്ടാകണം. അവിടുത്തെ കാരുണ്യം ഇതുപോലെ നമ്മളിൽ നിന്ന് വർഷിക്കപ്പെടണം. ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ കാരുണ്യാതിരേകം അത് അന്നും ഇന്നും എന്നും മനുഷ്യവംശത്തിന് ലഭിച്ചിരിക്കുന്ന നിധിയാണ്. ദൈവത്തിൻ്റെ മുഖമാണ് അവിടുത്തെ കാരുണ്യം. ആ കാരുണ്യത്തിൻ്റെ മുഖമാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ ഇന്നും പ്രശോഭിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവം പ്രകാശമാണെങ്കിൽ ആ പ്രകാശത്തിൻ്റെ ആ ധോരണി നമ്മൾ കാണുന്നത് ഈ കർത്താവായ യേശു ക്രിസ്തുവിലാണ്. സുവിശേഷവൽക്കരണം എന്താണ് എന്ന് ചോദിച്ച കത്തോലിക്കാ സഭയിൽ ഒരു വലിയ സെമിനാർ നടന്നു ഒരിടത്ത്. അപ്പോഴെല്ലാവരും സുവിശേഷവൽക്കരണത്തെക്കുറിച്ച്, ഇന്നത്തെ പ്രതിസന്ധികളെക്കുറിച്ച്, ഇന്ന് ഉണ്ടാകുന്ന എതിർപ്പുകളെക്കുറിച്ച്, പീഡനങ്ങളെക്കുറിച്ച്, സഹനങ്ങളെക്കുറിച്ച് എല്ലാം പറഞ്ഞു. പക്ഷേ ഒരു പ്രസംഗത്തിൽ ഒരാൾ പറഞ്ഞു, സുവിശേഷവൽക്കരണം എന്ന് പറഞ്ഞാൽ യേശുവിനെ കൊടുക്കലാണ്. ടു ഗീവ് ക്രൈസ്റ്റ് ഈസ് എവാഞ്ചലൈസേഷൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം സുവിശേഷം ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ കൊടുക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലൂടെ കഴിഞ്ഞാൽ അത് സുവിശേഷവൽക്കരണമായി. ക്രൈസ്തവൻ ക്രിസ്തുവായി ജീവിക്കുന്ന സ്ഥലങ്ങളിൽ സുവിശേഷവൽക്കരണം നടക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം അത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്, നമ്മുടെ പ്രവർത്തനമല്ല. ദൈവാത്മാവെന്നും സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എളിയവരായ നമ്മുടെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും നമ്മുടേതായ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം പരിശുദ്ധാത്മാവിന്നും കർത്താവായ യേശുവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാരുണ്യം ഇന്ന് നമ്മുടെ ചുറ്റിലുമുള്ളവർ അനുഭവിക്കേണ്ടത് ഈ അനുഗ്രഹത്തിൻ്റെ വർഷത്തിലാണ്. ഞാൻ കൊച്ചച്ഛനായിരുന്നപ്പോൾ ഒരു വീട്ടിൽ ചെന്നു. 92 കഴിഞ്ഞ ഉദ്ദണ്ണനായ ഒരു വല്യപ്പച്ചൻ, എൻ്റെ അമ്മയുടെ അങ്കിളാണ്. ഞാൻ ചെന്നപ്പോൾ, ഞാൻ കൊച്ചമ്മായി എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യ ഈ 92 കഴിഞ്ഞ മനുഷ്യന് ചക്കപ്പുഴുക്കും പോത്തിറച്ചിയും കൂടെ കൊടുക്കുകയാണ്. ഞാൻ ചോദിച്ചു, എൻ്റെ വല്യപ്പച്ച ഇത് എനിക്ക് വലിയ ഇഷ്ടമാണ് മോനെ, ഇത് എൻ്റെ ഈ മകള് എനിക്ക് ഇത് നന്നായിട്ടുണ്ടാക്കി തരും, എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസമോ വല്ലതും ഉണ്ട്? ഒന്നുമില്ല മോനെ, എനിക്ക് ഒരു മനക്ലേശമുണ്ട്. അതെന്താണ്? ഇവൾക്ക് ദൈവം തമ്പുരാൻ എന്തു കൊടുക്കും? എന്നാൽ ഞാൻ എടുത്ത വായിൽ അന്നത്തെ ഒരു പെട്ടെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറയുകയാണ്, സ്വർഗം കൊടുത്താലും പോരാ മകനെ. അത്രമാത്രം തന്നെ കരുതിയ മരുമകളോടുള്ള ആ വല്യപ്പച്ചൻ്റെ സ്നേഹം ഓർത്തിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കാറുണ്ട്. ഇതാണ് സഭയിൽ നടക്കേണ്ടത്. നമ്മുടെ സഹോദരനെ നാം ഒരിക്കലും കൈവടിയരുത്. ഇതാണ് എക്യുമെനിസം. എക്യുമെനിക്കൽ ഹാർട്ട് നമുക്കുണ്ടാകണം. നാം
എന്നെ എൻ്റെ സഹോദരന്മാരെ, എൻ്റെ സഭയിലെ അംഗങ്ങളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മറ്റ് സഭകളിലെ സഹോദരന്മാരെ സ്നേഹിക്കുവാൻ സാധിക്കും. നമ്മുടെ പ്രാർത്ഥനകൾ വൈവിധ്യങ്ങളാർന്നതാണെങ്കിലും ആ വൈവിധ്യത്തിൻ്റെ നടുവിലും ഒരു ഏകത്വമുണ്ടെന്നും അതേ ഒരേ ദൈവത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതും ഒരേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയാണ് എൻ്റെ രക്ഷയെന്നും മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് എക്യുമെനിസം പൂർത്തീകരിക്കാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവശ്യക്കാരന് അയൽക്കാരനാകുന്നവനാണ് നല്ല സമറിയാക്കാരൻ. അതാണ് കർത്താവ് പഠിപ്പിച്ചത്. അക്രമികളാൽ മർദ്ദിക്കപ്പെട്ട് കിടന്നിരുന്നവനെ സ്വന്തം കഴുതയുടെ പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുപോകുന്നു, പരിചരിക്കുന്നു. ആദ്യമേ തന്നെ അന്നത്തെ പ്രഥമ ശുശ്രൂഷയായിട്ടുള്ള വീഞ്ഞും എണ്ണയും ഒഴിച്ചവൻ്റെ മുറിവുകൾ കിട്ടുന്നു. പിന്നീടാണ് കൊണ്ടുപോകുന്നത്. സത്രത്തിൽ കൊണ്ടുവന്നതിന് ശേഷം പറയുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണത്, ഇനി ഇവനെ നോക്കിക്കൊള്ളണം, ഇനി എന്തെങ്കിലും കൂടുതൽ ആവശ്യമായിട്ട് വന്നാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാമെന്ന്. ഈ സത്രക്കാരനെ വളരെ പരിചയമുള്ള യാത്രക്കാരനായിരുന്നു നമ്മുടെ സമറിയാക്കാരൻ. അപ്രകാരമുള്ള ആവശ്യത്തിൽ മറ്റുള്ള പരിചരിക്കുന്ന ആ സ്നേഹത്തിൻ്റെ പ്രചോദനം പ്രിയമുള്ളവരെ ഈ വചനത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഈ ദൈവവചനത്തിൽ നിന്ന് മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. ഇല്ല എന്ന് വരികിൽ, ഈ വചനം നമ്മൾ ശ്രമിക്കുന്നില്ല, ധ്യാനിക്കുന്നില്ല എന്ന് വരികിൽ, നമ്മൾ പ്രതികാര ബുദ്ധിയോടുകൂടി, അസൂയയോടുകൂടി, കോപത്തോടുകൂടി അന്യനെന്ന് കരുതിക്കൊണ്ട് അകറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കും. അവിടെയാണ് ക്രൈസ്തവ വിശ്വാസം മന്ദീഭവിക്കുന്നത്, മരവിച്ചു പോകുന്നത്. പരസ്പരമുള്ള ആദരവും സ്നേഹവും സഹകരണവും ഒന്നിച്ചു ചേരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. ആ എക്യുമെനിസത്തിലേക്ക് നമുക്ക് വരണം. കർത്താവ് പറഞ്ഞത് എന്താണ്? ഭയപ്പെടേണ്ട, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. പലരും മടിച്ചു നിൽക്കുന്നവരാണ് ഈ ലോകത്തിൽ. നാം മടിച്ചു നിൽക്കാൻ പാടില്ല. എന്നാൽ നാം തള്ളിക്കയറേണ്ട ആവശ്യവും ഇല്ല. വിവേകത്തോടുകൂടി, വിനയത്തോടുകൂടി സഹോദരനെയും സഹോദരിയെയും അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് ദൈവമക്കളായ എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിടം കൊടുക്കുവാൻ നമുക്ക് കഴിയണം. ആരും ഈ ലോകത്തിൽ നമുക്ക് അന്യരല്ല, എല്ലാവരും നമുക്ക് സഹോദരരാണ് എന്ന ചിന്തയിലേക്ക് മനുഷ്യൻ വളരട്ടെ. ഇവിടെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ അവിടെയും ഇവിടെയും ഒന്നും ഇടരുത് എന്ന് പറഞ്ഞു. എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലായിടവും വളരെ ശുചിത്വത്തോടു കൂടി പാലിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പത്രങ്ങളിൽ ഞാൻ വായിച്ചു, മാരാമൺ കൺവെൻഷനിൽ പരിസ്ഥിതി വളരെയേറെ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്നുള്ള വസ്തുത ഇതര സഭകൾക്കും ഇതര മതവിശ്വാസികൾക്കും ഇതര സമ്മേളനക്കാർക്കും ഒക്കെ ഇതൊരു നല്ല മാതൃകയാണ്. ഞാൻ ഇതുപോലൊരു വലിയൊരു സമ്മേളനത്തിൽ സംബന്ധിച്ചു. സമ്മേളനം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് അല്പം ചായ കുടിച്ചതിന് ശേഷം ഇറങ്ങിപ്പോകുന്നത്. സമ്മേളനം നടന്ന വേദി രാജകൊട്ടാരം പോലെ ശുചീകരിക്കപ്പെട്ട് കിടക്കുന്നു. ഞാനപ്പോഴവരോട് ചോദിച്ചു, എങ്ങനെയാണ്? കോളേജിലെ കുട്ടികളെ ഞങ്ങൾ ഏർപ്പാട് ചെയ്തിരുന്നു, നിമിഷം കൊണ്ട് അവരെല്ലാം ശുദ്ധമാക്കി. ഈ ഒരു പാരമ്പര്യം നമുക്കുണ്ടാകണം. ഇതും എക്യുമെനിസമാണ്. ഇത് പ്രപഞ്ചത്തോടുള്ള എക്യുമെനിസമാണ്. പ്രപഞ്ച സൃഷ്ടികളോടുള്ള നമ്മുടെ ബഹുമാനമാണ്, ആദരമാണ്. അവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണെന്നുള്ള രീതിയിൽ അവയെ ഒന്നും നശീകരിക്കുവാനുള്ളവരല്ല നമ്മൾ. അവയെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കൂട്ടായ്മയിൽ അവർക്കും സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും അവർക്കും സഹവസിക്കുവാനുള്ള സാന്നിധ്യം നൽകിക്കൊണ്ട് അവരോടൊപ്പം നിൽക്കേണ്ടവരാണ് നമ്മളെന്ന് നാം മനസ്സിലാക്കണം. ജലമലിനീകരണം, പരിസ്ഥിതിയുടേതായ ആ മലിനീകരണം, ഇതെല്ലാം നടക്കുന്നത് കൊണ്ട് മനുഷ്യജീവിതം വളരെ അസാധ്യമാകുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് നമുക്കറിയാം. അതും എക്യുമെനിസമാണ് പ്രിയമുള്ളവരെ. സൃഷ്ടി മുഴുവൻ അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രസവ വേദന അനുഭവിക്കുകയാണെന്നാണ് തിരുവചനം പറയുന്നതെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെയുള്ള ഈ പ്രസവ വേദനയിൽ നമ്മൾ പങ്കുചേരണം. നമ്മളുടെ വേദനയായി പ്രപഞ്ചത്തിൻ്റെ വേദന മാറണം. നമ്മുടെ വേദനയായി മനുഷ്യ സമൂഹത്തിൻ്റെ വേദനകൾ മാറണം. നമ്മുടെ വേദനയായി സഭകളുടെ വേദന മാറണം. നമ്മുടെ ഇടവകകളിലെ ജനങ്ങളുടെ വേദന മാറണം. അപ്രകാരം ദൈവത്തിൻ്റെ കാരുണ്യം നെഹമ്യായുടെ പുസ്തകത്തിലും തിരുവചനങ്ങളിൽ പല ഇടങ്ങളിലും പറയപ്പെട്ടിരിക്കുന്നത് പോലെ പ്രിയമുള്ളവരെ നമ്മൾ അനുഭവിച്ചറിയണം. ആ ദൈവത്തിൻ്റെ കാരുണ്യത്തിലൂടെ വേദനകൾക്കെല്ലാം പരിഹാരമുണ്ടാകുന്ന ഒരു സന്ദർഭം ഉണ്ടാകട്ടെ, സംജാതമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജനങ്ങൾ ഹൃദയങ്ങൾ തുറക്കുമ്പോൾ മനുഷ്യന് വാതിലുകൾ തുറന്നു കിട്ടും. ആ വാതിലുകളിലൂടെ പ്രവേശിച്ചു കഴിയുമ്പോൾ കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലമായിട്ട് ഈ ലോകം തീരും, സഭകൾ തീരും. ആടുകൾ കയറുകയും ഇറങ്ങുകയും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ മേച്ചിൽപ്പുറമായിട്ട് ഈ ഭവനം തീരട്ടെ, ഈ ലോകം തീരട്ടെ. അങ്ങനെ സഭകൾ തമ്മിലുള്ള ഐക്യത്തിലും സ്നേഹത്തിലും
മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിലും പ്രപഞ്ച സൃഷ്ടികളോടുള്ള നമ്മുടെ കൂടിച്ചേരലിലും നമ്മുടെ ജീവിതം ധന്യമാകട്ടെ. ഞാൻ നിർത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ ഈ ഭക്തി തീക്ഷ്ണതയിൽ, ഈ ദൈവവചനത്തോടുള്ള പ്രതിപത്തിയിൽ, ഈ ആരാധനയിലും സ്തുതിഗീതങ്ങളിലുമുള്ള പങ്കുചേരലിൽ എന്നെയും ചേർക്കണമേ, സഭകളെ ചേർക്കണമേ. അപ്രകാരം ദൈവത്തിൻ്റെ മഹത്വം നമ്മിലൂടെ ഈ ലോകത്തിൽ പ്രകാശിതമാകുവാനിടയാകട്ടെ.